ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ മുത്തുമണീസിനും നമ്മുടെ നാളത്തെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ എപ്പിസോഡ് പ്രൊമോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ അലീന നമ്മുടെ ശരണ്യയെ കാണാനായിട്ട് പോവാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശരണ്യ ഇന്നലെ കണ്ടതിനെക്കാട്ടിലും കുറച്ചൊരു ഒന്ന് ഡൗൺ ആയിപ്പോയി സംഭവം. എന്താ കാരണം ആ മുഖത്തിനൊക്കെ ഒരു വാട്ടമൊക്കെ വന്നു. അപ്പം നമ്മുടെ ശരണ്യയുടെ അമ്മ നമ്മുടെ അലീനയോട് പറഞ്ഞു, കുറച്ച് എന്താണ് നമ്മുടെ ഈ നേതാക്കന്മാരും മറ്റ് പല ഭാരവാഹികളൊക്കെ ആയിട്ട് മോളെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. പക്ഷേ അവരെ മുഖത്തോട്ട് പോലും നോക്കാൻ അവൾക്ക് ഒന്നും മനസ്സ് പറ്റുന്നില്ല. അവൾക്ക് വല്ലാത്തൊരു പ്രയാസമായിരുന്നു മോളെ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അവളുടെ മുഖത്ത് കാണുന്നതെന്ന് പറയുന്നു. അപ്പോൾ അലീന ചോദിച്ചു, എന്തിനാടാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നമ്മൾ മറ്റുള്ളവരെ ഫേസ് ചെയ്യണം. നമുക്ക് എന്ത് പറ്റി? നമുക്കൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ മോൾക്ക് വേണ്ടത് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യമാണ്. മോൾ ഒട്ടും ധൈര്യക്കുറവ് കാണിക്കേണ്ട, ടെൻഷനും വേണ്ട. മറ്റുള്ളവരെ ഫേസ് ചെയ്യാനും അവർ ചോദിക്കുന്നതിന് മറുപടി പറയാനും എൻ്റെ മോക്ക് കഴിയണം എന്നൊക്കെ പറഞ്ഞ് അലീന സാവകാശം നമ്മുടെ ശരണ്യക്കുട്ടീനെ ഒന്ന് സമാധാനിപ്പിക്കണം കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരണ്യ മെൻ്റലി ആ ഷോക്കിൽ നിന്ന് ആ കുട്ടിക്ക് റിക്കവറായി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ നമ്മുടെ ശരണ്യനെ അവിടെ കിടത്തിയിട്ട് നമ്മുടെ അലീന ശരണ്യയുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അതാൻറ്റി അവൾ ഇതിൽ നിന്നൊക്കെ മെച്ചപ്പെട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അവൾ മെൻ്റലി ഇതിൻ്റെ ആ ഷോക്കിൽ നിന്ന് മാറാൻ കുറച്ച് താമസം എടുക്കും. പറ്റുമെങ്കിൽ അവൾക്ക് കാണാൻ ആഗ്രഹമുള്ളവരും സന്തോഷം കൊടുക്കുന്നവരെ മാത്രം കാണാൻ കൂട്ടാക്കിയാൽ മതി അമ്മേ. അല്ലാണ്ട് മറ്റെല്ലാവരും ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അവൾക്ക് ഈ സമയത്തൊക്കെ അതൊന്ന് റിക്കവറായി വരണ്ടേ. അതുകൊണ്ട് അവളെ കാണാനായിട്ട് അങ്ങനെ എല്ലാവരെയും മറ്റും അനുവദിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ മോളെ, ഇനി അത് ശ്രദ്ധിക്കാം. പക്ഷേ മോള് വരുന്നത് അവൾക്ക് വലിയ സന്തോഷമാണ് മോളെ. കാരണം ഒരുപാട് മാറ്റം വന്നു. എൻ്റെ മോളെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ മോൾക്ക് സാധിച്ചു. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് ഇനി പഴയ പോലെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നൊക്കെ ആ അമ്മ നിറകണ്ണുകളോട് അലീനയോട് കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ് കേട്ടോ. കാര്യം ആ അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു അവസ്ഥ, അവരുടെ ആ നീറിക്കൊണ്ടിരിക്കുന്ന ആ മനസ്സിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് തന്നെ നമുക്കറിയാം അല്ലേ. ഒരു എട്ടും പൊട്ടും തിരിയാണ്ട് ഒരു കുഞ്ഞ്, അതൊരു ചതിക്കുഴിയിൽ പെട്ടുപോയി. 3-4 പേര്, ഒരാളല്ല 3-4 പേര് ചേർന്ന് ആ കുട്ടിയെ പീഡിപ്പിച്ച് ഇന്ന് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് ആ അമ്മയും അച്ഛനും എങ്ങനെ സഹിക്കുന്നു അല്ലേ. കൂടപ്പുറപ്പുള്ള ഒരു ചേട്ടനും അനിയനും അതുങ്ങളും എങ്ങനെ സഹിക്കണു അല്ലേ. അവരും മെൻ്റലി ആ കുട്ടിക്ക് അതിൻ്റെ ഒന്നും ഒരു വിഷമം കൊടുക്കാണ്ട്, ആ സങ്കടമൊന്നും അവളെ മുന്നിൽ കാണിക്കാണ്ട്, അതിനെക്കുറിച്ച് ഒന്നും പറയാണ്ട് അവർ കടിച്ചു പിടിച്ച് അവളെ വീണ്ടും ജീവിതത്തിലോട്ട് കൈപിടിച്ച് കൊണ്ടുവരാനാണ് അലീന അവരോടും പറയുന്നത്. അങ്ങനെ ശരണ്യയുടെ അടുത്ത് ചെന്നിട്ട് ആഹാരമൊക്കെ കൊടുക്കണു. അവൾക്ക് വേണ്ട മനസ്സിന് ധൈര്യം കൊടുക്കണു. മറ്റുള്ളവരെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും, എൻ്റെ മോൾക്ക് ഒരു അപകടവും അല്ലെങ്കിൽ ഒരു ചീത്തയും വന്നിട്ടില്ല എന്ന ഒരു കോൺഫിഡൻറ്റോടു കൂടി മോള് മറ്റുള്ളവരുടെ മുന്നിൽ പോകണം. എങ്കിൽ മാത്രമേ മോൾക്ക് പഠിച്ച് നല്ലൊരു ജോലി നേടി അച്ഛനും അമ്മയ്ക്കും സന്തോഷം. കാരണം അവർക്ക് ഇനി അവരൊരു സങ്കടം മോള് കൊടുക്കരുത് കാരണം അവർക്ക് താങ്ങില്ല. ഇപ്പം തന്നെ അവർക്ക് സഹിക്കാവുന്നതിലും വലിയൊരു സങ്കടമാണ് ഈ മോളിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും മോള് നല്ലത് അവർക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ മാത്രം മോള് ചെയ്തും ചിന്തിക്കുകയും ചെയ്യണം. അങ്ങനെ ആ ആശ്വാസ വാക്കുകളൊക്കെ ശരണ്യയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അങ്ങനെ ആ ശരണ്യയെ കണ്ടിട്ട് അലീന തിരിച്ച് വീട്ടിലോട്ടൊക്കെ വരികയാണ്. ഇതേ സമയം നമ്മുടെ കമലയും നമ്മുടെ ശിവശങ്കരനും കൂടെ ഇന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഈ ശരണ്യയെ കാണാൻ വേണ്ടി അലീന പലപ്പോഴായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ശിവേട്ടാ, നമ്മുടെ കമലയെ ചിന്തിക്കുകയാണ്, നോക്കിക്കോ, ഞാൻ പറയേണ്ടത് മിക്കവാറും ശരണ്യയെ കൊണ്ട് രോഹിത്ത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് അലീന പറയിപ്പിക്കും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ശരണ്യയെ കാണാൻ വേണ്ടിയിട്ട് അലീന പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും അലീനയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ശരി, അവളെ നമ്മുടെ ഹരീനെ കൂടെ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തണം എന്നുള്ളത് പറയുന്നുണ്ട്. ശിവശങ്കരൻ്റെ മനസ്സിൽ ആ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ട്. കാര്യം അലീന പോയി ശരണ്യയെ സ്വാധീനിക്കുന്നുണ്ടോ? പക്ഷേ ഒരിക്കലും രോഹിത്തിന് വേണ്ടിയിട്ട് ഒരു വാക്ക് പോലും അലീന പറഞ്ഞിട്ടില്ല. അലീന ജീവിച്ച വളർന്ന ആ സാഹചര്യം അത് അനുസരിച്ചാണ് അലീന ആ കുട്ടിയെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് കയറ്റാൻ, തൻ്റെ അനുജൻ, തൻ്റെ കസിൻ, അവരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അലീന ശരണ്യനെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ് അലീന ശ്രമിക്കുന്നത്. അല്ലാണ്ട് എവരെ ചിന്താഗതിയല്ല അലീനയ്ക്ക്. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, നമ്മളെ ബാലചന്ദ്രനുമായിട്ട് സംസാരിച്ചപ്പോൾ
ബാലചന്ദ്രൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയില്ലേ, അലീനയോട് ആ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവും ഇല്ല എന്നുള്ളത്. അപ്പം നമ്മുടെ കമല അടുത്തൊരു നമ്പർ നമ്മുടെ ശിവശങ്കറിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് വേറൊന്നുമല്ല, വൈജയന്തിയെ കൊണ്ട് പറയിപ്പിച്ചാലോ എന്ന്. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, വൈജ അതിന് പറയുമോ? പറയിപ്പിക്കണം, നമ്മുടെ മക്കളെ രക്ഷിക്കണ്ടേ, അപ്പോൾ അവളെ കാല് പിടിക്കേണ്ടി വന്നാൽ കാല് പിടിക്കണം. അതിൽ വലിയ ഒരു കുറവൊന്നും വിചാരിക്കേണ്ട. എനിക്ക് തോന്നണില്ല അവൾ പിടിക്കുമെന്ന്. കാരണം എന്ന് വെച്ചാൽ അവൾ പിടിക്കണ കൊമ്പിന് മുയലിന് 3 കൊമ്പാണ് എന്നുള്ള അഹങ്കാരഭാവം അവൾക്ക് ഇപ്പോഴും ഉണ്ട്. അവളോട് അലീനയുടെ കാല് പിടിക്കാൻ പറഞ്ഞാൽ കേൾക്കുമോ എന്നൊക്കെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ അലീന വീട്ടിലെത്തുകയാണ്. അപ്പം നമ്മുടെ ബാലചന്ദ്രനും നമ്മുടെ കൃഷ്ണമോളും ഒക്കെ ഉണ്ട്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് അലീന ചേച്ചി, ആ കുട്ടി റിക്കവറായി വന്നോ? അപ്പോൾ ബാലചന്ദ്രനും തിരക്കുന്നുണ്ട്, ശരണ്യ എങ്ങനെയുണ്ട് മോളെ, ഒരുവിധം ഓക്കെ ആവുന്നുണ്ടോ? ആയി വരുന്നു വച്ചാൽ. കാര്യം പലരും അവളെ കാണാൻ വരുന്നതും ചില ആൾക്കാരുടെ സംസാരമൊക്കെ അവളെ വീണ്ടും പഴയ ഒരു ഇതിലോട്ട് അവളെ വിഷമിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, ഇന്നിപ്പോൾ നമ്മൾ രോഹിത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോവാം മോളെ, മനു ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അലീനയും കൂടെ പോവാണ് ജയിലിലോട്ട് രോഹിത്തിനെ കാണാൻ വേണ്ടിയിട്ട്. ഇതേ സമയം നമ്മുടെ വൈജയന്തിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കമലയും ശിവശങ്കരനും കൂടെ ചെല്ലണം. അപ്പോൾ കമലയും ശിവശങ്കരനും ആണോ അതോ രാജീവ് ശിവശങ്കരനും ആണോ എന്നറിയില്ല കേട്ടോ. എനിക്ക് അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടേ. അതേ മുത്തുമണീസേ, നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ അടിച്ചിട്ട് കേൾക്കണേ, ബാക്കി മറന്നുകൊണ്ട് കേട്ടോ. ഒരു ലൈക്കും ഒരു ഹൈപ്പും. അപ്പോൾ നമ്മുടെ ശിവശങ്കരനെ അപ്പോൾ അവർ അങ്ങനെ നമ്മുടെ വൈജയന്തിയെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ വൈജയ്ക്ക് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ സന്തോഷമാവണ കാര്യം, ഈ ഒരു റൂമിനകത്ത് കിടന്ന് വീർപ്പ് മുട്ടി പലതും ചിന്തിച്ച് മനസ്സിനാകെ ഒരു പ്രയാസം കൂടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായി സ്വന്തം മകൻ്റെ കാര്യം എന്തായി, അവനെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടോ, എൻ്റെ മകൻ ജയിലിലാവോ, അങ്ങനെ 100 ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. 2 കാലും ഒടിഞ്ഞ് 1 കൈയും ഒടിഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന നിശ്ചലമായി കിടക്കണ വൈജയന്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരോട് എന്തായി ശിവേട്ട? അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, ഞങ്ങൾ മുട്ടാവുന്ന വാതിലുകളെല്ലാം പോയി മുട്ടി വൈജയ്, ഒരു രക്ഷയില്ല, ജാമ്യം കിട്ടണ കാര്യം വലിയ പ്രയാസമാണ്. അപ്പോൾ 30 ദിവസം കഴിഞ്ഞാലും കിട്ടില്ലേ ശിവേട്ട എന്ന് നമ്മുടെ വൈജയന്തി ചോദിക്കുകയാണ്. അതിനും ചാൻസ് കുറവാണ്, കാരണം ഇതൊരു സാധാരണ കേസല്ലല്ലോ വൈജയന്തി, ഒരു ബലാത്സംഗമല്ലേ, അതും കൂട്ട ബലാത്സംഗമല്ലേ ചെയ്തിരിക്കണത്, എട്ടും പൊട്ടും തിരിയാത്തൊരു പെൺകുട്ടിയല്ലേ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യണം ശിവേട്ട? ഞാൻ ഈ അവസ്ഥയിൽ കിടന്നുകൊണ്ട് എന്ത് ചെയ്യാനാ? പൈസ കൊടുത്ത് സഹായിക്കാനോ അവരെ പറ്റുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശിവശങ്കരൻ പറഞ്ഞു, എനിക്കറിയില്ല, നമ്മൾ കൊണ്ട് പറ്റാവുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് വൈജയ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റെങ്കിൽ എന്തെങ്കിലും എൻ്റെ മകന് വേണ്ടി ഞാൻ ചെയ്തേനെ എന്ന് വൈജ കരഞ്ഞുകൊണ്ട് പറയണേ. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, നീ എന്ത് വർത്തമാനമായി പറയണത്? നിനക്ക് പറ്റാവുന്നതിൻ്റെ ഇരട്ടി ഞങ്ങൾ ഓരോരുത്തരെ പോയി കണ്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഒരു ബലമില്ല എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുകയാണേ. അപ്പോൾ വൈജയന്തിയോട് നമ്മൾ ശിവശങ്കരൻ പറഞ്ഞു, നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റണ ഒരു കാര്യം, ഈ കുട്ടി ശരണ്യ കോടതിയിലോട്ട് ഒരുവിധം റിക്കവറായി വന്നു കഴിയുമ്പോൾ മൊഴിയെടുക്കാൻ കോടതിയിലോട്ട് വരുന്ന സമയത്ത് രോഹിത്തിൻ്റെയും ഹരിയുടെയും അവർ ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിയിൽ മൊഴി നൽകി കഴിയണമെങ്കിൽ നമുക്കൊരു പക്ഷേ അവർക്കൊരു ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ വൈജയന്തി പറഞ്ഞു, അങ്ങനെ ആ കുട്ടി പറയുമോ ശിവേട്ട? അതിന് ചാൻസ് കുറവല്ലേ? പറയില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അലീന ഇപ്പോൾ ശരണ്യെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അവൾ 3-4 പ്രാവശ്യമായിട്ട് ആ കുട്ടിയുടെ അടുത്ത് പോയി. അവൾക്ക് ആദ്യം ഉണ്ടായ ഒരു ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അവരെ വീട്ടുകാർക്കും അലീന ഡെയിലി പറഞ്ഞത് അവരും കാത്തിരിക്കുകയാണ്. കാര്യം അലീനയെ കൊണ്ട് ആ കുട്ടിയെ ജീവിതത്തിലോട്ട് തിരിച്ചെത്തിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ ആ വീട്ടുകാർക്കുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശരണ്യെ സ്വാധീനിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ശരണ്യ മൊഴി മാറ്റി പറയും. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ മക്കൾ രണ്ടും പുറത്തിറങ്ങുമെന്ന് പറയുകയാണ്. അപ്പോൾ വൈജയന്തി പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കും, അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നീ അലീനയോട് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അത് നടക്കും. ശിവേട്ടൻ എന്താ ഈ പറയണത്? ഞാൻ എങ്ങനെ അവളോട് പറയും? എനിക്ക് പറ്റില്ല. അപ്പോൾ നിൻ്റെ മകൻ ജയിലിൽ കിടന്നാൽ മതിയോ? കിടക്കണതാണോ നിനക്ക് ആഗ്രഹം? എൻ്റെ പൊന്നു വൈജയന്തി, നീ നിൻ്റെ അഹങ്കാരവും നിൻ്റെ അജണ്ടയും അതൊക്കെ ഒന്ന് മാറ്റി നിർത്ത്. അവളൊരുത്തി കാരണമാണ് ഇന്ന് ഈ കിടപ്പ് ഞാൻ ഇവിടെ കിടക്കണത്. അതൊക്കെ ശിവേട്ടനൊക്കെ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റില്ല. വൈജയന്തി പറഞ്ഞു, നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? അപ്പം നമ്മുടെ രാജീവും കൂടെ ഉണ്ടായിരിക്കണം, കമലയല്ല കേട്ടോ. അപ്പോൾ രാജീവും
ശിവനും ആണല്ലോ. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, നീ ഒന്ന് അടങ്ങ്, നീ എന്ത് ഭാവിച്ചാൽ നീ ഈ അഹങ്കാരം കൊണ്ട് പൊങ്ങി പൊങ്ങി പോണത്? ഈ കുഴപ്പം മൊത്തം ഉണ്ടാക്കിയിരിക്കണം നീ ഒറ്റ ഒരുത്തിയാണ്. നിൻ്റെ ഭാഗത്താണ് മുഴുവൻ തെറ്റും. നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ശിവേട്ട നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നിരിക്കണത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ നിങ്ങൾക്കൊന്നും അറിയാത്ത പോലെ നിങ്ങൾ സംസാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞ് വൈജയന്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞു, നീ കാരണം തന്നെയാണ് ഈ കുടുംബം ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. നിൻ്റെ വാശിയും നീ എല്ലാം തികഞ്ഞതാണ്. നിൻ്റെ ഭാഗത്തൊരു തെറ്റില്ല എന്നുള്ളൊരു അഹങ്കാരം. നീ ഒന്ന് നിൻ്റെ ജീവിതം പുറകിലോട്ട് നീ ഒന്ന് ചിന്തിച്ച് നോക്ക്, അപ്പോൾ നിനക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. വൈജയന്തിക്ക് ആകെ മനസ്സിൻ്റെ ഒരു പിടുത്തം വിടണം, അല്ലെങ്കിൽ തന്നെ നീർ കഴിയാണ്. ആ അവസ്ഥയിൽ എവരും കൂടെ ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വൈജയന്തിക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറയണമെന്നൊന്നും അറിയില്ല. ആകെ മനസ്സിനൊരു പ്രയാസമായിപ്പോയി. അങ്ങനെ ഇനി ആ ഒരു കേസോട് വൈജയന്തി ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രനും മനുവും അലീനയും ജയിലിലെത്തുന്നുണ്ട്. എൻ്റെ രോഹിത്തിനെ കാണാൻ വേണ്ടി അവിടെയുള്ള സാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവർ വിസിറ്റേഴ്സിൻ്റെ ഇരിക്കുന്ന സ്ഥലത്ത് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ മനസ്സൊക്കെ ആകെ നീറുകയാണ്. നെടുവീർപ്പോടെ, ഒരു വിങ്ങലോടെ, ഒരു ടെൻഷനോടെ ആ മനുഷ്യൻ ഇരിക്കുകയാണ്. ഒരച്ഛൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കണം. സ്വന്തം മകൻ ഒരു 10-20 വയസ്സായി പഠിക്കാൻ വിട്ട് മകൻ ഒരു പീഡന കേസിലകത്തായി. ഇപ്പോൾ ആ ജയിലിൽ തൻ്റെ മകനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന അവസ്ഥ ബാലചന്ദ്രന് നെഞ്ച് പൊട്ടും പോലുള്ളൊരു ബുദ്ധിമുട്ടാണ് അത്. പക്ഷേ പുള്ളി മാക്സിമം ഇങ്ങനെ ഉള്ളി പിടിച്ചടക്കി നിൽക്കണം. അലീനയ്ക്കും മനുവിനൊക്കെ അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു നെടുവീർപ്പോടെ നമ്മുടെ രോഹിത്തിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നാളത്തെ മഴതോലും മുമ്പേ സീരിയലിൻ്റെ ഏകദേശം ഒരു ഇൻട്രോ പ്രൊമോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു സീന് ചിലപ്പോൾ ലാസ്റ്റൊക്കെ ചിലപ്പോൾ ഉള്ളത് പിറ്റേ ദിവസമായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് അനുസരിച്ച്, നമ്മൾ നോവൽ ബേസ് ചെയ്തിട്ടാണല്ലോ കഥ പറയണത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് കേൾക്കുക, ലൈക്ക് അടിക്കുക, ഹൈപ്പ് ചെയ്യുക. പുതുതായിട്ട് വരുന്ന എൻ്റെ മുത്തുമണീസൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്തേക്കാം കേട്ടോ. കാര്യം പിന്നെയും നോട്ടിഫിക്കേഷനൊക്കെ പ്രൊമോയുടെ വരണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറയണു. പിന്നെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് നമ്മുടെ സുമി മുഫാസ് മനസ്സിൽ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഇട്ടിട്ടുണ്ട്. നാളത്തെ പ്രൊമോ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ലൊരു ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞുകൊണ്ട് മുത്തുമണീസേ ഈ നിങ്ങളുടെ സ്വന്തം സുമി മുഫാസ് ബൈ ബൈ പറയുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.